ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റ് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 സവാളാണ്, ചെറിയ സവാള, അത് ചെറുതായിട്ട് മുറിച്ചെടുത്താണ്. അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഒരു 2 ഫുള്ളായിട്ടിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 പച്ചമുളകും, ഇത്രയാണ് കേട്ടോ ആ ഒരു കൂട്ടെന്ന് പറയുന്നത്. അത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 തക്കാളി മിക്സിയിൽ ചെറിയ ജാറിലേക്ക് മാറ്റി അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂണോളം മല്ലിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 6-7 ഗ്രാമ്പും, പിന്നെ 5-6 ഏലക്ക, പിന്നെ 1 ടീസ്പൂണോളം വലിയ ജീരകവും, പിന്നെ 1 ടേബിൾ സ്പൂൺ കപ്സ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിതിലേക്ക് 2 ഉണക്കനാരങ്ങയും 4-5 പച്ചമുളകും, ഒരു ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, മാഗി ക്യൂബ് ചിക്കൻ ക്യൂബില്ല അതാണ്, അത് 1 കഷ്ണം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, പിന്നെ 1-ന്റെ പകുതി, അപ്പോൾ ഒരു 1.5 ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം പട്ടയും, പിന്നെ അതുപോലെ തന്നെ 2 ബേ ലീവ്സും, 3-4 പച്ചമുളകൊക്കെ ചേർത്തെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ചേർത്തെടുക്കാം. എന്നിട്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതായത് അവിടെ ഒരു 800 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ പീസ് കാണുന്നുണ്ടെങ്കിൽ ഒരു 4 പീസ് ചേർത്താൽ മതിയാകും. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അടപ്പൊന്ന് മാറ്റി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വീണ്ടും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അടപ്പൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റൈസ് വെന്ത് വരാനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് ബാസ്മതി റൈസ് നന്നായിട്ടൊന്ന് കഴുകി 1 മണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് ബാസ്മതി റൈസിന് 5 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം വേവുള്ള അരിയാണ്. ഇതിപ്പം ഞാൻ ഒരു സമൃദ്ധി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കഴുകി വെച്ചിട്ടുള്ള ബാസ്മതി റൈസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് അതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടെ വെച്ചിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഉള്ളൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൈസ് എനിക്ക് കുക്കായി കിട്ടാൻ തന്നെ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി 2 ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.